നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ സന്ദീപ് വാര്യരെ കുറിച്ചാണ്. സന്ദീപ് വാര്യർ എന്ന് പറയുമ്പോൾ ഇന്ന് ഇങ്ങനെ ചാനലുകളിലും യൂട്യൂബിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് വൈറൽ വീഡിയോ ആയിട്ടല്ല കേട്ടോ, നാണം കെട്ട് വാപ്പമാരെ എണ്ണം കൂട്ടി വീട്ടിയിരിക്കുന്ന വ്യക്തികളെ പറയിക്കാൻ വേണ്ടി നാണവും മാനവുള്ള സീറ്റ് മോഹമായിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സന്ദീപ് വാര്യരെ കുറിച്ചാണ്. ഇന്ന് കോൺഗ്രസിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന കുറെ കഥകളും വീഡിയോസും ചരിത്രമായിട്ടൊക്കെ ഭയങ്കര സംസാരമൊക്കെ പറയുന്നുണ്ട് സന്ദീപ് വാര്യർ. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇനി ഇത്രമാത്രം കോൺഗ്രസ്സുകാരെ വിമർശിച്ച ഒരു വ്യക്തി ഉണ്ടാവില്ല. BJPയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആളാണ് കേട്ടോ. എന്നിട്ട് കോൺഗ്രസിനെ ഇനി രാജ്യവിരുദ്ധ പ്രയോഗങ്ങളും രാജ്യവിരുദ്ധ നയങ്ങളും സ്വീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തേണ്ടിക്കൊണ്ട് നടക്കുന്നു എന്ന് വരെ പറഞ്ഞ ഒരാളാണ്. നമുക്ക് കൂടുതൽ പറയുന്നതിന് മുമ്പ് സന്ദീപ് വാര്യരുടെ വീഡിയോയിൽ തന്നെ ആദ്യം കാണാം. നിങ്ങൾക്കും അറിയണമല്ലോ ഈ സന്ദീപ് വാര്യർ എന്തായിരുന്നു BJP ആയിട്ട് നിന്ന സമയത്ത് ചാനൽ ചർച്ചകളിൽ വിളമ്പിയ കാര്യങ്ങൾ എന്താണെന്നറിയണ്ടേ. എന്നിട്ട് നാണം കെട്ട് ഈ കോൺഗ്രസ്സുകാരുടെ അവിടെ നിന്നുകൊണ്ട് അടുത്ത് BJPയും പിന്നെ RSSനെയും കുറ്റം പറയുന്ന ഈ തന്തയില്ലാത്ത കഴിവേറി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം കേട്ടോ. ഞാൻ വിളിക്കുന്നില്ല, പക്ഷെ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം. കോൺഗ്രസിന്റെയും UDFന്റെയും മുഴുവൻ നേതാക്കൾ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി കരുതലോടു കൂടി എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിമിഷവും നിൽക്കുന്നത്. എനിക്ക് അതിന് വലിയ നന്ദി. വിദ്വേഷം പ്രചരിപ്പിക്കലും നമസ്തേ പറയൂ സംഘമിത്രങ്ങളെ തുടങ്ങിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും അല്ലാതെ വേറെ എന്താണ് ജനങ്ങൾക്ക് ഉപകാരമുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് നടക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് വീഡിയോ കണ്ടല്ലോ. കോൺഗ്രസ് വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് സന്ദീപ് വാര്യരെ. കോൺഗ്രസ് യഥാർത്ഥത്തില് ചേർത്ത് പിടിക്കുകയല്ല, നാണം കെട്ട നിന്നെ നീ ശരിക്കും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും കളിയാക്കലും ഒക്കെ നടത്തിയ നിന്നെ ശരിക്കും അവര് കളിയാക്കുകയാണ്. അവരിങ്ങനെ നിന്നെ മുന്നിൽ നിർത്തിയിട്ട് അവര് തന്നെ ചോദിക്കുകയാണ്, എന്തെന്നറിയോ, എത്ര തന്തയുണ്ടടാ നിനക്കെന്ന്. പിന്നെ നീ വന്നത് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നായതുകൊണ്ട് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ നിന്നും വന്നതുകൊണ്ട് അവരെ നിന്നെ ചേർത്ത് പിടിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തെങ്കിലും കുറച്ചിലുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തോ സംഭവം. ഒന്നുമല്ല, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നുമല്ല. അത് മാത്രമല്ല, നീ പറഞ്ഞു RSSകാര് കൊണ്ടുവന്നു നമസ്തേ പറയൂ സംഘമിത്രങ്ങളെ എന്നുള്ള നാമമൊക്കെ ജപിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് BJP ജയിക്കാത്തത്, അല്ലെങ്കിൽ RSSകാര് മുന്നോട്ട് പോകാത്ത എന്നൊക്കെ ഇങ്ങനെ വിളമ്പുന്നുണ്ട്. നീ RSSകാരനാണോ? ശരിക്കും നീ RSSകാരനെ അല്ല, RSSകാര് കൂട്ടിയിട്ടില്ല നിന്നെ. ഈ RSS എന്ന് വെച്ചാൽ എന്താണ്? രാഷ്ട്രീയ മോഹം കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് RSSകാരനെന്നാണോ? കയ്യിലുള്ളത് വരെ കൊടുത്തിട്ട് പോവേണ്ട സംഘടനയാണ് RSS എന്ന് പറയുന്നത്. നിന്നെപ്പോലെ ഊളകൾക്കും പല തന്തയ്ക്ക് ജനിച്ചവർക്കും പ്രവർത്തിക്കേണ്ട സംഘടനയല്ല. അല്ലെങ്കിൽ ഒരു തന്തയ്ക്ക് പിറന്ന വ്യക്തി രൂപീകരിച്ചൊരു സംഘടനയാണ് RSS. നമസ്തേ പറയൂ സംഘമിത്രങ്ങളെ എന്നൊക്കെ പറയുന്നത് സന്ദീപ് വാര്യർ മനസ്സിലാക്കേണ്ടത് ഒരു തന്തയ്ക്ക് ജനിച്ച വ്യക്തികൾക്ക് പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പവിത്രമായ വാക്കുകളിൽ ഒന്നാണ്. അത് തന്നെ പോലെയുള്ള പരമനാറികൾക്ക് ചേർന്നതല്ല. ഇപ്പൊ തന്നെ സന്ദീപ് വാര്യർ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കണമല്ലോ, സന്ദീപ് വാര്യർ ഇവിടെ മൊഴിഞ്ഞ ചില വാക്കുകൾ അല്ലെ, ആ വീഡിയോയിൽ കണ്ടല്ലോ. തീർന്നിട്ടില്ല. ഈ കോൺഗ്രസിൽ വന്നുകൊണ്ട് സംഘികളെയും പാർട്ടിയെയും തള്ളിപ്പറയുന്ന ഈ സന്ദീപ് വാര്യർ അടുത്ത് കോൺഗ്രസിന് എന്തൊക്കെ പറഞ്ഞിട്ടുള്ളെന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ചില വീഡിയോകൾ ഇനിയും കാണാം. സന്ദീപ് വാര്യർ BJP എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച സമയത്ത് സന്ദീപ് വാര്യർ കോൺഗ്രസിനെതിരെ പറഞ്ഞ വാക്കുകൾ ഇനിയുണ്ട്, കാണാം. എന്റെ വാപ്പാന്റെ വകയാണോ ചെങ്ങനകളൊക്കെ പോലീസല്ലേ? എന്തടിസ്ഥാനത്തിലാ പറയുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കടന്നു വരുന്നത്. ഞങ്ങൾ വന്നിട്ടുള്ളത് ബഷീറിന്റെ വാപ്പാന്റെ 4-ാം കെട്ടിലെ ബീവിയുടെ വീട്ടിലേക്കല്ല, ചെങ്ങനകുളത്ത് സർക്കാർ മുതൽ കൊണ്ട് കെട്ടിയ പോലീസ് സ്റ്റേഷനിലേക്കാ. എങ്ങനെയുണ്ട്? വീഡിയോ കണ്ടില്ലേ? പോലീസ് സ്റ്റേഷൻ ഇവന്റെയൊക്കെ വാപ്പയുടെ വകയാണോ? പോലീസ് സ്റ്റേഷൻ സർക്കാരിന്റെ വകയാണ്, അല്ലാതെ 4-ാം കെട്ടിലെ ബീവിക്ക് സ്ത്രീധനം കിട്ടിയതല്ല
എന്നാണ് സന്ദീപ് വാര്യർ BJP പ്രതിനിധീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. ഇന്ന് നാണമില്ലാതെ അതേ വാപ്പയുടെ 4ാം കെട്ടിലെ ബീവിയുടെ മറ്റൊരു മോനായിട്ട് ജീവിക്കുന്ന നാണമില്ലാത്ത സന്ദീപ് വാര്യർ. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇത്രയും വീഡിയോകൾ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാമെങ്കിലും ചിലരൊക്കെ കാണാത്തവരുണ്ടല്ലോ, അവരെ കണ്ട് മനസ്സിലാക്കാനാണ്. അവരെ ആദ്യം ചീത്ത വിളിക്കുന്നു, രണ്ടാമത് വാപ്പയെന്ന് വിളിക്കുന്നു. അപ്പൊ ഇവൻ എത്ര തന്തയുണ്ട് സന്ദീപ് വാര്യർക്കെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും അല്ലേ? കോൺഗ്രസിന്റെ ഭരണകാലത്ത് തെറ്റായ നയങ്ങൾ സ്വീകരിച്ചു പോകുന്ന കോൺഗ്രസ്, ഇത് വിവരിക്കുന്നത് ഞാനല്ല, സന്ദീപ് വാര്യറാണ്. ആ വീഡിയോ നമുക്ക് കാണാം. ഇവന്റെ പെർഫോമൻസും ഇവന്റെ തന്തയില്ലായ്മയും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോകൾ കാണണം. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ട് അടുത്ത സംസാരത്തിലേക്ക് വരാം. നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ എത്രയോ സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഇപ്പോഴും ചൈന കൈവശമായിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത്, നെഹ്റുവിന്റെ ഭരണകാലത്ത് സംഭവിച്ചിട്ടുള്ള വീഴ്ചയുടെ ഭാഗമായി സംഭവിച്ചതാണല്ലോ. അതിൽ നിഷേധിക്കാൻ കഴിയുമോ? പാകിസ്ഥാന്റെ തീവ്രവാദം നേരിടുന്നതിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അവർ സ്വീകരിച്ച നയം എന്താണ്? അവർക്ക് പലപ്പോഴും ഭയമായിരുന്നു. AK ആന്റണിയെ പോലെ ഒരു പ്രതിരോധ മന്ത്രി എന്ത് നിലപാടാ പാർലമെന്റിനകത്ത് പറഞ്ഞത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജവാന്മാരെ തലയെടുത്ത് കൊണ്ടുപോകുമ്പോൾ പാകിസ്ഥാനെ നേരിട്ട് അക്യൂസ് ചെയ്യാൻ പോലുള്ള ധൈര്യം അവർ കാണിച്ചില്ല. ഇവിടെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് സ്വീകരിച്ചിട്ടുള്ള തെറ്റായ നയങ്ങളുടെ ഭാഗമായി നിരവധി ഭീകരാക്രമണങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ കാലത്തുണ്ടായ തെറ്റായ നയങ്ങളുടെ ഭാഗമായി മുംബൈ ആക്രമണം നമ്മുടെ കൺമുന്നിലുണ്ടല്ലോ. മുംബൈ കേട്ടല്ലോ, കോൺഗ്രസ് രാജ്യവിരുദ്ധ ദ്രോഹ നയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് തെറ്റല്ല, യഥാർത്ഥത്തിൽ സത്യം തന്നെയാണ് അല്ലേ? രാഹുൽ ഗാന്ധിയെ പോലെ നാണം കെട്ട് കോൺഗ്രസ് പഴയ കാലത്ത് ഭരിച്ച് നാട് മുടിച്ച് രാജ്യവും മുടിച്ച് നാട്ടലില്ലാതെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹവും കാണിച്ച മണ്ടത്തനങ്ങളും ഇപ്പോ രാഹുൽ ഗാന്ധി കാണിച്ചുകൊണ്ട് നടക്കുന്ന മണ്ടത്തനങ്ങളും നമുക്കറിയാം. ഓരോ സ്ഥലത്ത് ഓരോ മതവുമായി പോകുന്ന പല തന്തയ്ക്ക് പിറന്ന സ്വഭാവം. പിന്നെ ഇന്ത്യക്കാരല്ലല്ലോ, അത് വേറെ കേസ്, അതവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ സന്ദീപ് വാര്യർ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? സന്ദീപ് വാര്യറെ ഇപ്പോഴും രാജ്യദ്രോഹ കുറ്റമായും അതുപോലെ രാജ്യത്തിന് ഒരിക്കലും ചേർച്ചയില്ലാത്ത നയവുമായി തന്നെയാണ് കോൺഗ്രസ്. എന്ന് വെച്ചാൽ നീ ഇന്ന് വാപ്പ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നവന്മാര് കൊണ്ടുപോകുന്നു. അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല സന്ദീപ് വാര്യർ. മാറ്റമുണ്ടായത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരാളല്ല, പലവരും ആണ് എന്നുള്ളൊരു മാറ്റം. അത് ഞാനല്ല പറയുന്നത്. നമ്മളെ യൂട്യൂബ് ചാനലിലും ഓൺലൈൻ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് നല്ല തൊലിക്കട്ടി ആയതുകൊണ്ട് താങ്കൾ കാണുന്നുണ്ട്. പക്ഷെ എന്ത് പറയാൻ, ആനവായിൽ അമ്പഴങ്ങ എന്ന് പറയും പോലെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ തനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഇത് തന്നെയാവുള്ളൂ. കോൺഗ്രസ്സുകാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതുപോലത്തെ വ്യക്തികൾ ഇനി അടുത്ത് നിങ്ങൾ MLA ആക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആളിന്റെ ഇരിപ്പ്. നിങ്ങൾ അടുത്ത് MLA ആയില്ലെങ്കിൽ അടുത്ത് വന്ന വഴിക്ക് പോകും. ഇതുപോലെയുള്ള തന്തയ്ക്ക് മുന്നോ ഉണ്ടായ എന്നേ പറയാൻ പറ്റൂ. ഇവന്മാര് ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കില്ല. പിന്നെ അതെന്തോ ആവട്ടെ, അത് അവരുടെ ആവശ്യമാണ്. എന്നിരുന്നിട്ട് ആ നാണം കെട്ടവന്റെ മൂലത്തിൽ ആര് കുരുത്തു എന്ന് പറയും പോലെ വീണ്ടും വന്നിരുന്ന അതേ ചർച്ചയിൽ നിങ്ങൾ ചീത്ത വിളിച്ച വ്യക്തികളുടെ അതേ കോൺഗ്രസ്സുകാരുടെ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് തിരിച്ച് BJPക്കാരെയും മറ്റുള്ളവരെയും കുറ്റം പറയുന്ന തന്റെ തൊലിക്കെട്ടിയുണ്ടല്ലോ, അത് സമ്മതിച്ചു തന്നേക്കുന്നു. ഇത്രയും പറയാനാണ് ഞാൻ വന്നത്.